ഹലോ, ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത് കണ്ണിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൺഗ്ലാസ് അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഹെൽമെറ്റ് AC എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആയിട്ട് വന്നിരിക്കുന്നത്. 2018 ഈ ഒരു കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏകദേശം ഇപ്പോൾ അവർ സെയിൽ ചെയ്യുന്നത് 3 പ്രൊഡക്ട്സ് ആണ്. അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ബ്ലൂ സ്നാപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ അവർ സെയിൽ ചെയ്യുന്നില്ല. അതല്ലാതെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 3 പ്രൊഡക്റ്റ് ആണ് അവർ സെയിൽ ചെയ്യുന്നത്. ബ്ലൂ സ്നാപ്പ് 2, അതുപോലെ തന്നെ BLU3 E10, അതുപോലെ തന്നെ BLU3 E20 എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് ആണ് അവർ സെയിൽ ചെയ്യുന്നത്. ഏകദേശം 5000 രൂപ വരെയാണ് ഇവരുടെ ടോപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് വില വരുന്നത്. ഞാൻ വാങ്ങിയിരിക്കുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. BLU3 E20 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഹെൽമെറ്റ് AC ആക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ്, ഹെൽമെറ്റ് AC ആക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫുൾ ബോഡി തണുക്കുന്നത്, അങ്ങനെയുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് രോഗികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ആസ്മ, ശ്വാസമുട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഡൗട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തലയെ തണുപ്പിക്കുക. ഞാൻ ഇവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി. ഇവർ ഭയങ്കര ടെക്നിക്കലായിട്ട് ഭയങ്കര അധികം പഠിച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, സിമ്പിളായിട്ടൊന്നല്ല. ഇവരുടെ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും ആനിമേഷൻ ബോക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഇറക്കി കുറച്ച് നാൾ സെയിൽ ചെയ്യുക എന്നുള്ള ഒരു രീതിക്കല്ല. ഇതിൻ്റെ അപ്ഡേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൺസെപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു ടെക്നോളജി അല്ലെങ്കിൽ തോന്നിയൊരു കാര്യം അവരും ഓൾറെഡി ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ. ഹെൽമെറ്റ് AC എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഹെൽമെറ്റിന് എന്തിനാണ് AC എന്ന് പറയുന്ന ഒരു ഡൗട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ പ്രൊഡക്റ്റ് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതിൽ വില ഏകദേശം വരുന്നത് 5000 രൂപയുടെ അടുത്തേക്ക് പ്രൈസ് വരുന്നുണ്ട്. BLU3 E20 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. കണക്ടിവിറ്റി ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ കൂളിംഗ്, ഡീഫോഗ്, ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു എയർ നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് കണക്ടിവിറ്റി വരുന്നത് ഈ ഒരു BLU3 E20 എന്ന് പറയുന്ന പ്രൊഡക്റ്റിലാണ് നമ്മുടെ ഇന്റർകോം കണക്ട് ചെയ്യുന്നത്. സീനയുടെ ഇന്റർകോം കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാ പ്രൊഡക്റ്റിലും നോർമലായിട്ടുള്ള AC മാത്രമാണ് ഉണ്ടായിരിക്കുക. ഞാനിതിൽ ഈ ഒരു കൂളിംഗ് സിസ്റ്റം മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനുള്ള ഈ ഒരു സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിനുള്ള ഈ ഒരു വോയിസ് കൺട്രോളോ അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് മാത്രമാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ് ചെയ്യാം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതിൽ ഇവരുടെ CEO ആൻഡ് ഫൗണ്ടറിൻ്റെ ഒരു സൈനൊക്കെ ഉണ്ട്. സുന്ദർ രാജൻ കൃഷ്ണൻ PK എന്ന് പറഞ്ഞ ഒരാളുടെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ക്വാളിറ്റിയാണ്. അത് ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മൾ പറയുന്ന ഈ ഒരു BluArmor എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ആ വരുന്ന എയറിനെ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫ്ലക്ടർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു 3Mൻ്റെ സ്റ്റിക്കറാണ് ഇവിടെ ഉള്ളത്. 3Mൻ്റെ ഒരു സ്റ്റിക്കറാണ്. അതുപോലെ തന്നെ ഈ 3Mൻ്റെ സ്റ്റിക്കർ നമുക്ക് ഊരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഗോപ്രോൻ്റെ മൗണ്ടിലേക്ക് ഈ ഒരു AC നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു എക്സ്റ്റൻഡർ ആണ്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്യാപ്പിനനുസരിച്ച് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഡറും. പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു കണക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൽ 2 സ്പീക്കേഴ്സും അതുപോലെ ഒരു മൈക്ക്, അതുപോലെ തന്നെ ചാർജിങ്ങിന് കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ ഒരു സ്പേസർ, ഈ ഒരു സ്പീക്കറിന് വെക്കാനുള്ള ഒരു സ്പേസറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ AC എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടി പോകുന്നത്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സമയം കിട്ടണമെങ്കിൽ അതും ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കാറ്റലോഗും, അതിൽ E10ഉം അതുപോലെ തന്നെ E20 എന്ന് പറയുന്ന ഈ 2 പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് ഒരു കാറ്റലോഗാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് സെയിം ആണ്. E10 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും E20 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും സെയിം ആണ്. E20 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ഫോൺ വഴി അല്ലെങ്കിൽ വോയിസ് കൺട്രോൾ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. E10 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ വെറും ഈ ഒരു AC മാത്രമാണ് ഉണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ വെബ്സൈറ്റും കാര്യങ്ങൾ പോലെ തന്നെയാണ് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കിങ്ങും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും. പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റിയുടെ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇതിനൊരു സ്ലൈഡിങ് ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിൽറ്റർ റിമൂവിംഗ് ഒക്കെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു മിസ്ഫിറ്റ് വരുന്നുണ്ട്, ഒരു ഫിറ്റ് ഇല്ലാത്തൊരവസ്ഥ. ഞാൻ കാണിച്ചു തരാം. ഇത് റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതാണ് ഇതിൻ്റെ കാട്രിഡ്ജ്. ഇത് യൂസ് ചെയ്യാനായിട്ട്, ഈ ഒരു കാട്രിഡ്ജ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ 10 സെക്കൻഡ് ഇതിലേക്ക് പൈപ്പ് തുറന്ന് പിടിക്കുക. അതിലേക്ക് വെള്ളം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കുടഞ്ഞു കളഞ്ഞതിന് ശേഷം തിരിച്ച് നമുക്കിത് റീഫിറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റുള്ള നല്ല
നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇവരുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് ഓൺ ആക്കാനായിട്ട് ഒരു സിംഗിൾ പ്രസ്സും ഒരു ലോങ് പ്രസ്സും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആവും. ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫാൻ കറങ്ങാനും തുടങ്ങും. അതുപോലെ തന്നെ ഇതിൽ ബ്ലൂ ആയിട്ടുള്ള ഒരു ലൈറ്റും കത്താനായിട്ട് തുടങ്ങും. ഓക്കെ, നമുക്ക് പിന്നെ ഇതിൽ 3 മോഡിലാണ് വരുന്നത്. 3 മോഡ് എന്ന് പറഞ്ഞത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു മോഡ്, പിന്നെ ടെർബോ, പിന്നെ ബീസ്റ്റ്. അങ്ങനെ 3 മോഡിലാണ് ഇതിന്റെ ഫാനിന്റെ റൊട്ടേഷൻ വരിക. അതിൽ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള വർക്കിംഗ് ഉണ്ട്. അത് ഞാൻ ഓടിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇതൊരു ഫസ്റ്റത്തെ മോഡാണ്. സെക്കൻഡ് മോഡ് എന്ന് പറയുമ്പോൾ പിന്നെ സ്പീഡ് കൂടും. തേർഡ് മോഡ് എന്ന് പറയുമ്പോൾ പിന്നെ സ്പീഡ് കൂടും. അത് ടെർബോ അല്ല, ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള 3 മോഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു 3 മോഡ്സിലാണ് ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ കാര്യങ്ങൾ. ഈ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം ഒരു 260 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഒരു 1/4 കിലോന്റെ അടുത്തേക്ക് വെയിറ്റ് വരുന്നുണ്ട്. ആ ഒരു വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ഞാൻ വെറുതെ ഒരു ഫിംഗർ ഇങ്ങനെ വെച്ച് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ്, ആ ഒരു വെയിറ്റ് കൊണ്ട് മാത്രം പോകാനുള്ള വെയിറ്റ് ഫ്രണ്ടിലേക്ക് ഉണ്ട്. ഒരു 1/4 കിലോ 260 ഗ്രാം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളത് നമുക്ക് എന്തായാലും ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഹെൽമെറ്റ് AC എനിക്കിപ്പോഴും ഈ ഒരു സിസ്റ്റം കൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഹെൽമെറ്റിലേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ബട്ടൺ മാത്രമാണ് വരുന്നത്. അതൊരു വലിയൊരു ബട്ടണാണ്. ആ ഒരു ബട്ടണാണ് ഈ ഒരു സിംഗിൾ ബട്ടൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ കൺട്രോളിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി നമ്മുടെ ഹെൽമെറ്റ് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ്. ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഒരു സേഫ്റ്റി ഇല്ലാത്ത ഹെൽമെറ്റ് ആണ്. ഓൾറെഡി ഞാൻ ഹെൽമെറ്റിന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റും വെക്കാനായിട്ട് സാധിക്കില്ല. ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റുമേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റുമേ നമുക്ക് നടക്കില്ല. നമുക്ക് അടുത്തൊരു ഹെൽമെറ്റ് നോക്കാം. അടുത്ത ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു റേസ് ഫിറ്റ് ആയിട്ടുള്ള കറക്റ്റ് റേസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പെർഫെക്റ്റ്ലി ടൈറ്റ് ആയിട്ടുള്ള എൻ്റെ കറക്റ്റ് എൻ്റെ ചിന്നും ചീക്കും അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഭയങ്കര കംഫർട്ടാണ്. യമഹയുടെ റോൾ ബെഹാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹെൽമെറ്റാണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ബേഡ് ആണ് ഈ ഹെൽമെറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഹെൽമെറ്റ്. ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കണക്ട് ചെയ്യാൻ സുഖമാണ്. ഇത് വെറുതെ ഇങ്ങനെ വെക്കുക, കണക്ട് ചെയ്യാൻ ആവശ്യമേ ഉള്ളൂ. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇത് കണക്ട് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു 3M സ്റ്റിക്ക് ഞാൻ ഓൾറെഡി പറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവിടെ ഒട്ടിയിരുന്നു. ഇനി ഞാനിത് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എനിക്കിത് വെക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഹെൽമെറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഈ ഒരു ഹെൽമെറ്റ് ഇടാനായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കയറില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് എനിക്ക് അത്ര ഫിറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. ഒരു പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റിനെ ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ 2 ഹെൽമെറ്റ് നോക്കി, 2 ഹെൽമെറ്റിനെയും എനിക്കത് പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ മൂന്നാമത്തെ ഹെൽമെറ്റാണ്. ഞാനൊരു സിമ്പിൾ യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റാണിത്. ഇതുമേ ഇവിടെ നമുക്ക് ഗോപ്രോൻ്റെ മൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗോപ്രോൻ്റെ മൗണ്ട് വെക്കുന്നതിന് മുൻപ് നമുക്ക് ഇതുമുള്ള മൗണ്ട് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ഒരു ലോക്ക് റിമൂവ് ചെയ്തതിനു ശേഷം ഈ ഒരു ചെറിയൊരു ലോക്ക് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലുള്ള ഇപ്പോൾ ഈ 3Mൻ്റെ ഒരു സ്റ്റിക്കർ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഇവർ കൊടുത്തിരിക്കുന്ന ടെക്നോളജി. കണ്ട, ഈ ഒരു 3Mൻ്റെ സ്റ്റിക്കർ നമുക്കിനി ആവശ്യമില്ല. അതിന് പകരം എൻ്റെ ഇവിടെ ഡയറക്റ്റ് ഉള്ള നമുക്കിതിനൊരു എക്സ്റ്റെൻഡർ അവർ തന്നിട്ടുണ്ട്. ആ ഒരു എക്സ്റ്റെൻഡർ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഒരു എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞത് നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഗ്യാപ്പിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് കറക്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി ഈ ഒരു എൻ്റെ ഗോപ്രോൻ്റെ മൗണ്ടുമേ കറക്റ്റായിട്ട് കണക്റ്റായി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണക്ട് ചെയ്യാനായിട്ട്. പക്ഷെ അത് ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് എനിക്ക് ചെറുതായിട്ട് ലൂസുള്ള ഒരു ഹെൽമെറ്റാണ്. അത്രയാണ്ട് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റോ അല്ലെങ്കിൽ അത്ര ഒരു ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് അല്ല. അപ്പോൾ ഞാനിത് വെച്ച് ഓടിച്ചതിന് ശേഷം എൻ്റെ റിവ്യൂ ബാക്കിയുള്ളത് ഞാൻ പറയാം. എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. ഫിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇതെൻ്റെ കറക്റ്റ് ഈ ഒരു എക്സ്റ്റെൻഡർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഇതിനുള്ളിലൊരു എക്സ്റ്റെൻഡർ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ സാധിക്കും. പിന്നെ ഫ്രണ്ടിൽ ഇതിരിക്കുമ്പോൾ എന്തൊരു വലിയൊരു സാധനം ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. വെയിറ്റ് ഒരു ചെറിയ വെയിറ്റ് ഫ്രണ്ടിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.5 കിലോൻ്റെ അടുത്തേക്ക് 1,500 ഗ്രാമാന്ന് തോന്നുന്നുണ്ട്. 1.5 കിലോൻ്റെ അടുത്തേക്ക് വെയിറ്റുള്ള ഹെൽമെറ്റാണ്. സ്റ്റഡ്സിൻ്റെ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഏകദേശം ഒരു 1,800 ഗ്രാം, ഒരു 2 കിലോൻ്റെ അടുത്തേക്ക് കഷ്ടി ഈ ഒരു ഹെൽമെറ്റിന് വെയിറ്റ് ഉണ്ട്. ടോട്ടലി വെയിറ്റ് കൂടി. നമുക്കറിയാലോ, ഒരു ഫ്രണ്ടിലേക്ക് ഒരു വെയിറ്റ് മാത്രമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റിൻ്റെ കാര്യം ഒന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൊണ്ടു നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം എവിടെ തട്ടാണ്ട് മുട്ടാണ്ട് കൊണ്ടു നടക്കണം. മൊത്തം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കെന്തെങ്കിലും നോക്കിക്കാം, നമുക്കെന്തെങ്കിലും ഓടിച്ച് നോക്കാം. അപ്പോൾ ബ്ലൂ ആർമറിന്റെ ഹെൽമെറ്റ് AC എന്ന് പറയുന്ന ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം നല്ല ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിൽ തന്നെ ഓടിച്ചു. ഏകദേശം 2 മാസം മുന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തത്. കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്രയും ഈ ഒരു വീഡിയോ ലേറ്റ് ആയത്.
അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് AC എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽമെറ്റ് AC യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഡിഫ്ലക്ടർ വഴി കറക്റ്റ് നമ്മുടെ ഫേസിലേക്കാണ് ആ ഒരു തണുത്ത എയർ വരുന്നത്. തണുത്ത എയർ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിലുള്ള കാട്രിഡ്ജ് നമുക്ക് ഒരു 10 സെക്കൻഡ് ഒരു പൈപ്പിന് ചുവട്ടിൽ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പും ആ ഒരു തണുത്ത കാറ്റും നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, എനിക്ക് ഉറക്കം വരുന്ന പോലെ ഫീൽ ചെയ്തു. ഇതെനിക്കറിയില്ല എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ എന്നുള്ളത്. പിന്നെ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോഴും ഒരു തണുത്ത കാറ്റ് ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് പേഴ്സണലി എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് വാല്യൂ ഫോർ മണിയാണ്. ഞാൻ പറഞ്ഞു, ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലാണ്, നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ക്വാളിറ്റി എന്നുള്ളത് ഓക്കെ, പക്ഷേ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒരിക്കലുമല്ല. എൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല ഈ ഒരു BluArmorന്റെ AC ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെൽമെറ്റ് ഏകദേശം ഇട്ട് 1 മണിക്കൂർ 2 മണിക്കൂറാണ് ഞാൻ ഓടിച്ചപ്പോൾ ഡയറക്റ്റ് ഫേസിലേക്ക് മാത്രമാണ് തണുപ്പ് വന്നത്. എനിക്ക് തല ആ ഒരു ടൈമിൽ നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തലയുടെ ഉള്ളിലേക്കൊന്നും അല്ലെങ്കിൽ ഈ ഒരു മുടിയുള്ള ഭാഗത്തേക്കൊന്നും എനിക്കൊരു തണുപ്പ് ഫീൽ ചെയ്തില്ല. അതുമാത്രമല്ല, ഈ ഒരു AC ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജാക്കറ്റ് അല്ല, നോർമൽ ഒരു ബനിയൻ ഇട്ടിട്ടാണ് ഞാൻ വണ്ടി ഏകദേശം ഓടിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ബോഡി ആണെങ്കിൽ പോലും ഒരു തണുക്കുന്ന ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഫേസിലേക്ക് ഒരു തണുത്ത എയർ അടിക്കുന്ന ഒരു ഫീൽ മാത്രം. അതുപോലെ തന്നെ ഈ ഒരു കാട്രിഡ്ജ് നനച്ചു കഴിഞ്ഞപ്പോൾ കാട്രിഡ്ജ് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം തുണി നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയുടെ വെയിറ്റ് കൂടും. അതുപോലെ തന്നെ ഈ ഒരു കാട്രിഡ്ജ് നനഞ്ഞപ്പോൾ കാട്രിഡ്ജിന്റെ വെയിറ്റ് കൊണ്ട് കുറച്ചും കൂടിയും ഈ ഒരു BluArmor എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ്റെ വെയിറ്റ് കൂടുകയുണ്ടായി. അത് ശരിക്കും ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് ഡീഗ്രേഡ് ചെയ്യല്ല. ഇത് എനിക്ക് ഫീൽ ചെയ്തതാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഫീൽ ചെയ്യണമെന്നില്ല. ചിലർക്ക് കുറച്ചും കൂടിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാം. പക്ഷെ പേഴ്സണലി എനിക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയില്ല. എനിക്കൊരു ഡയറക്റ്റ് എയർ, ഒരു തണുത്ത എയർ മുഖത്ത് അടിക്കുമ്പോൾ ഫേസിലേക്ക് വരുമ്പോൾ അത് ഉറക്കം വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബ്ലേഡിങ് എക്സ്പീരിയൻസ്, ഇതിപ്പോൾ നമ്മൾ റോട്ടിലാണെങ്കിലും ട്രാക്കിലാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ നമുക്കൊരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഫേസിലൊരു ഹോട്ട്, ആ ഒരു കാര്യം ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വണ്ടി നിർത്തുന്നു, ഒരു 5 മിനിറ്റിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹെൽമെറ്റ് AC എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലേക്ക് വന്നത്. ഇനി ഇത് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു പ്രൊഡക്റ്റ് വലിയൊരു പ്രൊഡക്റ്റാണ്, നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കാര്യത്തിൽ തന്നെ എല്ലാ ഹെൽമെറ്റിലും ഇത് ഫിറ്റ് ആയില്ല. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഹെൽമെറ്റിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയി നിന്നത്. ഇനി ആസ്മ അതുപോലുള്ള ശ്വാസം മുട്ടുള്ള പേഷ്യൻസിന് എനിക്കറിയില്ല, കാരണം തണുത്ത ഒരു കാറ്റും ഒരിക്കലും ഒരാൾക്കും അതിപ്പോൾ എത്ര ഫോർഹെഡിലേക്കും അവരെന്നെ പറയുന്നുണ്ട് ഡിഫ്ലക്ടർ കുറച്ചുകൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫോർഹെഡിലേക്ക് വെക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫോർഹെഡിലേക്ക് വെച്ചിട്ട് ഓടിച്ചപ്പോഴും ഓക്കെ, അപ്പോൾ തണുപ്പ് ഏകദേശം നമ്മുടെ തലയിലെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു തണുത്ത കാറ്റ് ഡയറക്റ്റ് ഫേസിലേക്ക് അല്ലെങ്കിൽ ഫോർഹെഡിലേക്ക് വരുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് BluArmor എന്ന് പറയുന്ന ഈ ഒരു ഹെൽമെറ്റ് ACയെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് BluArmorന്റെ ഹെൽമെറ്റ് AC എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഈ ഒരു കമന്റ് ബോക്സിൽ ഇടുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂസ് ചെയ്യുന്നവരെ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവോ.